ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ഡയറക്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന സന്തോഷ വാർത്ത എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്രയും സന്തോഷം തരുന്ന ഒരു വാർത്ത അതെന്താണ് എന്നുള്ളത്, എന്തിനെ പറ്റിയാണെന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. നിങ്ങൾക്ക് 3 ഗ്രൂപ്പ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഒന്നില്ലെങ്കിൽ തംബ്നെയിലത്തെ 3 ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന 3 പൈൽ, ഓക്കെ, 3 കാർഡുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിക്കാം. 2 മീഡിയം ഒരുമിച്ച് ഉപയോഗിക്കരുത്, അത് കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആ പിക്ചറിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാർഡിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി വേണം നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ പിന്നെ നിങ്ങൾ കാർഡ് വെച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനാണ് ഈ അണ്ടർലൈൻ എനർജി കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഈ കാർഡ്സിന് റീഡിംഗ് ആയിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കാർഡ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് കൂടുതൽ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ഇവിടെ പോസ് ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് ചൂസ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ് അടുത്തതായി കേൾക്കാൻ പോകുന്ന അവർക്ക് അത്രയും സന്തോഷം നൽകുന്ന ഒരു വാർത്ത എന്താണ്, എന്തിനെ പറ്റിയാണ്? ഗ്രൂപ്പ് 1 അവരുടെ ജീവിതത്തിൽ അടുത്തതായി കേൾക്കാൻ പോകുന്ന അവർക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്ത എന്താണ്? നമുക്ക് 5 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ. ഓക്കെ, ഞാൻ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു കാര്യമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനായി ഒരുപാട് അധ്വാനിച്ചതാണ്, പക്ഷേ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ലഭിച്ചില്ല. അത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വേദനയിൽ ഒരുപാട് നാൾ അതിൽ തന്നെ കണക്റ്റഡ് ആയിരുന്നു. ഓക്കെ, ആ ഓർമ്മകളിൽ തന്നെയായിരുന്നു. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ മുഴുവനായിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അത്രയും ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത്, കാരണം നിങ്ങൾ അന്ന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതാണ്, പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ ആ ഒരു ഏരിയയിൽ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് ഒരു പോസിറ്റീവായിട്ട് ഒരു പ്രതീക്ഷ എപ്പോഴും നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിച്ചു. പലപ്പോഴും നിങ്ങൾക്ക് ഒരു സംശയം, അതായത് യൂണിവേഴ്സിനി നിങ്ങളുടെ ഒരു കഠിനാധ്വാനം ഒന്നും കാണാതെ പോവോ, ഇനി നിങ്ങൾക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടത് ഇനി ഒരു കാലത്തും കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വളർച്ചയോ അല്ലെങ്കിൽ ഒരു ഉയർച്ചയോ ഉണ്ടാകില്ല എന്നൊക്കെ ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അതിനെ വകവയ്ക്കാതെ നിങ്ങളൊരു പ്രതീക്ഷയോടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരിശ്രമിക്കേണ്ട രീതിയിൽ പരിശ്രമിച്ചു. കുറേ നാളായിട്ട് നിങ്ങളതിനെ പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ പരിശ്രമിച്ച് നിങ്ങൾ അതിൻ്റെ ആ ഒരു റിസൾട്ടിനായിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഓക്കെ, നിങ്ങൾ ഫുള്ളി അതിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു മേഖലയിൽ നിങ്ങൾ അർഹിക്കുന്ന നിങ്ങൾ എടുത്ത പരിശ്രമം, നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു ഫലമാണ് ലഭിക്കുന്നത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളെ തേടിക്കുന്നത്. ഓക്കെ, ആ ഒരു വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യലി, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് അത് ഒരു ഉയർച്ച നൽകുന്നതാണ്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണ് കേട്ടോ എനിക്ക് കാണുന്നത്. സാമ്പത്തികമായിട്ടാണത് കൂടുതൽ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടാണ് മാറ്റം വരുത്തണേ. അപ്പോൾ നിങ്ങൾ അത്രയും കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്ക് അതിൽ പലപ്പോഴും നിങ്ങൾ
ഒരു ഒരു ദുഃഖത്തിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചിട്ട് ആ നഷ്ടത്തിൽ നിന്നാണ് നിങ്ങൾ പരിശ്രമിക്കാൻ വീണ്ടും തുടങ്ങിയത്. പക്ഷെ കാലങ്ങളായിട്ട് പരിശ്രമിക്കുന്നു, അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ അർഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവിട്ടിട്ടുമില്ല. ഓക്കെ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ അതിൽ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ്. ആ ഒരു ഏരിയയിൽ കൂടുതൽ അബണ്ടൻസ്, ഓക്കെ, സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച, കാര്യമായ ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അത് പക്ഷേ കുറച്ച് നാളത്തേക്ക് ഒന്നുമല്ല, അതാണ് നിങ്ങളുടെ ഇന്നത്തെ പുതിയ യാഥാർത്ഥ്യം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ലഭിക്കുക വഴി ആ ഒരു കാര്യത്തിലൂടെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഫലം, അത് മെയിനായിട്ട് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അത് ലഭിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും സമൃദ്ധി, പ്രോസ്പെറിറ്റി ഉള്ള ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് 6 ഓഫ് കപ്സ് ആണ്, ഹെർമിറ്റ്, പിന്നെ പേജ് ഓഫ് സൂട്ട്സ്. ഇത് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങളുടെ ഒരു സോൾ ഫാമിലി മെമ്പർ, ഒരു സോൾ ട്രൈബ് മെമ്പർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത, നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച നഷ്ടം നേരിട്ടായി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. എന്തായാലും അവർ ഈ ഒരു കാര്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അവരിലൂടെയാണ് നിങ്ങൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ അന്ന് പരിശ്രമിച്ചതിന്റെ ഫലം കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, എന്താ വെച്ചാൽ ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, കാരണം ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുണ്ട്. ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ കാണുന്നത്. ഒരു യാത്ര, റീലൊക്കേഷനൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതിനായിട്ട് എന്താ പറയുക, ഫുള്ളി ഇതിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ എപ്പോഴും ഈ ഒരൊറ്റ കാര്യം തന്നെയാണ്. ഒരു കാലത്ത് നിങ്ങൾ അതിനെ ഒന്ന് റീതിങ്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മാറി ചിന്തിച്ചാലോ അങ്ങനത്തെ ഒരു സംശയങ്ങൾ ഉണ്ടാവാഞ്ഞിട്ടല്ല. പക്ഷെ നിങ്ങൾ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം തന്നെയാണ് നടക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പരിശ്രമിക്കുന്നതിന് ഈ ഒരു പെർട്ടിക്കുലർ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഗുണങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷനായിട്ട് കാണുന്നു. ഒരു യാത്ര, റീലൊക്കേഷനൊക്കെ എന്തായാലും ഉണ്ട്. മാത്രമല്ല നിങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ ലഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം ഈ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്, ഈ ഒരു വാർത്ത കേൾക്കാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാം. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു ന്യൂസാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തുന്ന ഒരു ന്യൂസാണ്. ഡെഫിനറ്റ്ലി എനിക്ക് നിങ്ങളുടെ ഡ്രീം ജോബ് എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അത് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരിക്കൽ തട്ടിക്കളഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇത് തട്ടിപ്പോയിട്ടുള്ളതാണ്. നിങ്ങൾ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ ഫലം കിട്ടാതെ പോയി എന്ന് മാത്രമല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു നഷ്ടം അതിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ, അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ അതിൽ നിങ്ങളെടുത്ത അധ്വാനത്തിൻ്റെയും നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ, നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളുടെ ആ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക എഫേർട്സ് ഉണ്ടല്ലോ, അതിന് യൂണിവേഴ്സ് തരുന്ന പ്രതിഫലമാണ് ഈ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി, ഡ്രീം ജോബ്. നിങ്ങൾ സ്വപ്നം കണ്ട ആ ജോലിയാണ്, പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതാണ് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സാമ്പത്തികമായിട്ട് കാര്യമായ ഉയർച്ച ഈ ഒരു ജോലിയിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിത നിലവാരമൊക്കെ വളരെ ഉയരങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഫൈനാൻഷ്യലി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു സ്റ്റെബിലിറ്റി, സാമ്പത്തികമായിട്ടൊരു സെക്യൂരിറ്റി ഒക്കെ വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് കേട്ടോ. ഇനി ആ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടില്ല എന്നും കാണുന്നു. നിങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. നിങ്ങൾക്കറിയാം ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അതായത് ഈ ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ടെന്നൊരു എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ശക്തമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഓൾറെഡി ആ ഒരു ന്യൂസ് എത്തിക്കുകയാണ്. ഓക്കെ, റെഡി ആയിരിക്കും, നിങ്ങൾക്ക് അത്രയും സന്തോഷം തരുന്ന ഒരു വാർത്ത വരികയാണ് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ അതിന് തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് 1 ലഭിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ആ സന്തോഷ വാർത്ത. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റീഡിംഗിലൂടെ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു.
ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്ക് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2-വിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത അവർ ഈ അടുത്ത് തന്നെ ഈ നിയർ ഫ്യൂച്ചറിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന, അവർക്ക് അത്രയും സന്തോഷം നൽകുന്ന ആ ഒരു വാർത്ത എന്താണ്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ്? ഗ്രൂപ്പ് 2-വിന് വളരെ അടുത്ത് തന്നെ അവർക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷ വാർത്ത. ഓക്കെ, ഒരു സെലിബ്രേഷൻ ആണല്ലോ കാണുന്നത്, ഒരു സെലിബ്രേഷൻ. അപ്പോൾ ഈ ഒരു വാർത്ത എന്ത് തന്നെയാണെങ്കിലും അതൊരു സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് എനിക്ക് കൂടുതൽ അത് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഇത് നിങ്ങളുടെ ഒരു ആഗ്രഹ സബലീകരണമാണ്. നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അത് ആ നിങ്ങളുടെ ആഗ്രഹം സത്യമാകുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷ വാർത്ത. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയുക, ഇമോഷണൽ വൈസാണ് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഈ ഒരു വാർത്ത നിങ്ങളെ എഫക്ട് ചെയ്യുന്നത്. അത്രയും നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സെലിബ്രേറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു വാർത്തയായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, വളരെ ഇമോഷൻസ്. നിങ്ങൾക്ക് ഒരു വാട്ടർ സൈൻ നിങ്ങളുടെ ചാർട്ടിൽ ഉണ്ടായിരിക്കണം. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. നമുക്ക് കിട്ടിയതെല്ലാം കപ്സ് കാർഡാണ്. ഇമോഷൻസ് ആണ് ഇവിടെ ഹൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയി നിൽക്കുന്നത്. ഈ ഒരു വാർത്ത നിങ്ങൾക്ക് അത്രമേൽ സന്തോഷം തരുന്നതാണ്. ഓക്കെ, ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്നതാണ് എന്ന് കാണുന്നു. ഇതിലൊരു മെസ്കുലിൻ എനർജി ഇൻവോൾവ്ഡ് ആണ്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അഗെയിൻ ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ന്യൂ ലവ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഇതൊരു സക്സസ്, ക്ലാരിറ്റി. ഓക്കെ, അപ്പോൾ ന്യൂ ലവ് ഇൻ ദ സെൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയായിട്ട് ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുക. ഓക്കെ, അവരോട് ഒരു ഫീലിങ്സ് ഉണ്ടാകുക. അപ്പോൾ അവർക്ക് തിരിച്ച് ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തൊരവസ്ഥ. അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതാണ് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു റൊമാൻറ്റിക് കണക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുകയാണ്. ഓക്കെ, ഇത് നിങ്ങളെന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഇപ്പോൾ റിലേഷൻഷിപ്പ് തന്നെയാണ് കിട്ടുന്നത്. കപ്സിൻ്റെ ഒരു എന്താ പറയുക, കപ്സ് കാർഡാണ് കൂടുതൽ. പിന്നെ നമുക്ക് സ്വേർഡ്സ് കാർഡാണ് കിട്ടിയിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എയർ സൈനും വാട്ടർ സൈനും നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിലുണ്ട്. എന്തായാലും വാട്ടർ സൈൻ സ്ട്രോങ്ലി ഉണ്ട്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. പിന്നെ നിങ്ങൾക്ക് എയർ സൈനും ഉണ്ടായിരിക്കാം. അത് നിങ്ങളിൽ ചിലർക്കാവും ചിലപ്പോൾ ഉണ്ടാവുക, ലിബ്ര, ജെമിനി, അക്വേറിയസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങൾ ഓൾറെഡി. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി ഉണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു പ്രണയമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവർക്കും ഒരു ഇഷ്ടമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നൊരു എന്താ പറയുക, വാക്കാൽ അവരിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, പ്രവൃത്തി കൊണ്ട് മാത്രമല്ല വാക്കല്ല. അപ്പം നിങ്ങൾക്കൊരു ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു ഷ്യൂറിറ്റിയിൽ പറയാൻ പറ്റില്ല അവർക്കും നിങ്ങളോട് ആ ഒരു പ്രണയം ഉണ്ട് എന്നുള്ളത്. ആ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയിൽ നിന്നാണ്. അവരെ അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ആ ഒരു റൊമാൻറ്റിക് കമ്മിറ്റ്മെന്റ് അവർ നിങ്ങൾക്ക് നൽകുകയാണ്. ഓക്കെ, എന്തായാലും ഒരു ഓൺലൈൻ മീഡിയയിലൂടെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഇത്രയും നാളും കാത്തിരുന്ന ഒരു കാര്യമായൊരു പുരോഗതി ഇല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ കുറച്ച് നാളായിട്ട് ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു കൺഫെഷൻ കിട്ടുന്നതിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നിരാശയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ തോന്നലായിരിക്കാം, അങ്ങനത്തെ ഒക്കെ ഒരു വിഷമമൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. ആ ഒരു മൊമെന്റിലാണ് ഇവരെന്തായാലും വരുന്നതും നിങ്ങളുടെ ഇടയിൽ ഈ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നതും അവർ നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അതൊരു വെറും ഒരു ഇഷ്ടമല്ല, ഇതൊരു ലോങ് ടേം സീരിയസ് കമ്മിറ്റ്മെന്റ് ആണ്. കാരണം നമുക്ക് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെയധികം ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഫ്രണ്ട്സ് ടു ലവേഴ്സ് കൈൻഡ് ഓഫ് എനർജിയാണ് കേട്ടോ. നിങ്ങൾ കാത്തിരുന്ന കമ്മിറ്റ്മെന്റ് ആണ്, നിങ്ങൾ അത്രയും കാത്തിരുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഈ ഒരു വ്യക്തിയിൽ നിന്ന്. ഓക്കെ, കാത്തിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ എനർജറ്റിക്കലി അലൈൻഡ് ആകുകയാണ്. ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു ലവ് റിലേഷൻഷിപ്പ്. ഓക്കെ, അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഒരു സെലിബ്രേഷൻ ഉണ്ട്. ഓക്കെ,
നിങ്ങൾക്ക് ശരിക്കും അത് ആ ഒരു വാർത്ത ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്ത് എത്രത്തോളം ഈ റിലേഷൻഷിപ്പ് സീരിയസ് ആയി കാണുന്നു എന്നൊക്കെ നിങ്ങൾ അറിയുമ്പോൾ ഞാൻ കേൾക്കുന്നത് നിങ്ങൾ ഒരേ പേജിലാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിറ്ററലി ഇതൊന്ന് ആഘോഷിക്കണം എന്നൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി ആഘോഷിക്കുക. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ വേറെ ആരോടെയും പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എന്തെങ്കിലും വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾ ആഘോഷിക്കുക. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിൻ്റെ അവസാനമാണ്. ഓക്കെ, അവരിൽ നിന്ന് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതിന് ആയിട്ട് നിങ്ങൾ കാത്തിരുന്ന കാത്തിരിപ്പിൻ്റെ അവസാനമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു സന്തോഷ വാർത്ത. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താ പറയുക, ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു വിഷമം അതിൻ്റെ ആവശ്യമില്ല. ഒരു ഡിസപ്പോയിൻമെന്റ് എനർജി ആയിരുന്നു, അതായത് നിരാശ ഉണ്ടായിരുന്നു. ഇത് ഉണ്ടാവില്ല, ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രെസ്, എൻ്റെ തോന്നലായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഞാൻ വിചാരിക്കുന്ന സ്നേഹമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അപ്പോൾ വളരെയധികം ഒരു ആൻഷ്യസ് എനർജി, ഒരു പേടി, സ്ട്രെസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാറുകയാണ്, അതൊക്കെ അവസാനിക്കുകയാണ്. ആ ഒരു ചാപ്റ്റർ അവസാനിച്ച് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെന്റ്, ഒരു സീരിയസ് ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ആ ഒരു റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന്റെ ബിഗിനിങ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് അത്രയും ഒരു ബ്യൂട്ടിഫുൾ, ഒരു ബ്ലിസ്ഫുൾ ന്യൂ റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് തമ്മിലറിയുമെങ്കിലും നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാകുന്നത് ആദ്യമാണ്. ഓക്കെ, അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണക്ഷനാണ്. നിങ്ങൾ പരസ്പരം പോസിറ്റീവ്ലി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കാണുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, രണ്ടുപേരും. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാകുന്നതോടുകൂടെ നിങ്ങൾ രണ്ടുപേരിലും കാര്യമായ പ്രോഗ്രസ് കാണാനായിട്ട് സാധിക്കും. അതാ നിങ്ങൾ അത്രമേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, പോസിറ്റീവ് എനർജിയാണ് സെൻഡ് ചെയ്യുന്നത്. അത്രയും നിങ്ങൾ ഒരു കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പെയറായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്മിറ്റ്മെന്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കൺഫർമേഷൻ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് അത്രയും സന്തോഷം തരുന്ന, നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ ആഘോഷിക്കണം എന്ന് തോന്നുന്ന ആ ഒരു വാർത്ത ഇതാണ്. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, നിങ്ങൾ ആ പ്രണയത്തിനായിട്ട് കാത്തിരുന്നത്, നിങ്ങൾ ആരിൽ നിന്നാണോ അവരുടെ ഫീലിങ്സ് കേൾക്കണം അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു സീരിയസ് റൊമാൻറ്റിക് കണക്ഷൻ വേണമെന്ന് ആഗ്രഹിച്ചത്, ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുകയാണ്. ഓക്കെ, ആ ഒരു റൊമാൻറ്റിക് എന്താ പറയണ്ടേ ജേണിയുടെ ന്യൂ സ്റ്റാർട്ടാണ് ഈ ഒരു ന്യൂസ്. എനിക്ക് വേറൊരു മെസ്സേജും കൂടി കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു അറേഞ്ച് മാരേജ് സിനാറിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു അലയൻസ് ആണിത്. ഓക്കെ, ഒരു പ്രോപ്പർ അലയൻസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസും കൂടി, നിങ്ങൾ എന്താണോ ഒരു മാരേജ് പ്രപ്പോസലിൽ നോക്കുന്നത് അതെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഒരു പ്രപ്പോസൽ വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തിനെ കാണാൻ പോലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ടൈപ്പ് ആയിരിക്കും. അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് എല്ലാം കൊണ്ടും. ഓക്കെ, ഇപ്പോൾ ഒരു ഫാമിലി എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇതിൽ. അപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് വിഷ് ഫുൾഫിൽമെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുറേ നാളായിട്ട് ഈ ഒരു അലയൻസുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തരത്തിലൊരു ഡിസപ്പോയിൻമെന്റ് ആയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളെ കിട്ടാതിരിക്കുമോ, അങ്ങനത്തെ ഒരു ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എല്ലാ ക്വാളിറ്റീസും കൂടിയിട്ടുള്ള എല്ലാം, നിങ്ങൾ എന്തൊക്കെയാണ് ഒരു മാരേജ് പ്രപ്പോസൽ, ഒരു അറേഞ്ച് മാരേജ് പ്രപ്പോസൽ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം ഒത്തിണങ്ങിയ ഒരു പ്രപ്പോസലാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി അതൊരു എൻഗേജ്മെന്റ് മാരേജിലേക്കൊക്കെ പ്രൊസീഡ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് മെസ്സേജാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്നത് അത് സ്വീകരിക്കാം. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗ്രൂപ്പ് 2 നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടു, ഇല്ല നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി ലഭിച്ചു എന്നെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തമ്മിലിത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന വാർത്ത എന്താണ് എന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവർ അടുത്തതായി കേൾക്കാൻ പോകുന്ന, അവർക്ക് ഒരുപാട് സന്തോഷം തരുന്ന ആ വാർത്ത എന്താണ്, എന്തിനെ കുറിച്ചാണ്? ഓക്കെ, നമുക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാര്യം എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ആ സന്തോഷ വാർത്ത കിട്ടുന്നത്? ആ ഒരു കാര്യം നിങ്ങളുടെ ക്ഷമ നല്ലോണം പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് കടമ്പകൾ കടന്നിട്ടുണ്ട്. കാരണം ഈ കാര്യം നേടിയെടുക്കുന്നതിന് അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എപ്പോൾ പരിശ്രമിക്കുമ്പോഴും ഒരുപാട് തടസ്സങ്ങൾ, അതിൻ്റെ പിന്നാലെ തടസ്സങ്ങൾ ഉണ്ടാവുക.
പിന്നെ ടെൻഷൻ, ആൻസൈറ്റി, പിന്നെ എന്താ പറയുക, കൺഫ്യൂഷൻസ്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ വിട്ട് കളഞ്ഞിട്ടില്ല. എന്താണോ നിങ്ങൾ, എവിടെയാണോ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിച്ചത്, അത് നിങ്ങൾ വിട്ട് കളഞ്ഞില്ല. നിങ്ങളുടെ ക്ഷമ എത്രത്തോളം പരീക്ഷിച്ചെങ്കിലും നിങ്ങളത് വേണ്ടാന്ന് വെച്ചില്ല. നിങ്ങൾ അതിനായിട്ട് തന്നെ പരിശ്രമിച്ചു, നിങ്ങൾ അതിനായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത്. അത് ആ ഒരു ഏരിയയിലാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനെ സംബന്ധിച്ച്, ആ നേടിയെടുക്കുന്നതിനെ സംബന്ധിച്ചൊരു വാർത്തയാണ് കിട്ടുന്നത്. ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഒരുപാട് മനസ്സമാധാനം തരുന്നതാണ്. അതായത് നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് നേടിയെടുക്കുന്നത്, നേടിയെടുത്തു എന്ന കൺഫർമേഷനാണ് ഈ ഒരു വാർത്തയിലൂടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഒരു ആശ്വാസമാണ്. അതായത് ഈ ഒരു എന്താ പറയുക, കഠിനാധ്വാനം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് കഴിഞ്ഞുല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. കണ്ടോ? അപ്പം നിങ്ങൾക്ക് അതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നിരാശകൾ, നഷ്ടങ്ങൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോവാണ്. പിന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വളരെ കാർഡ്സ് ശരിക്കും നമ്മൾ പറയുന്നതിനെ കൺഫേം ചെയ്യാണ്. അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യമായ പുരോഗതി, 3 ഓഫ് വാണ്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കാര്യമായ പുരോഗതിയാണ്. നിങ്ങളുടെ ആ ഒരു ഗോൾ, ആ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുകയാണ്. അതാണ് ആ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ അറിയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുത്തു എന്നുള്ള ആ ഒരു കൺഫർമേഷൻ. യെസ്, ഞാൻ പറഞ്ഞല്ലോ, കാർഡ് നമുക്ക് വേണ്ടി നമ്മളോട് കൺഫേം ചെയ്ത് പോവാണ്, പറയുന്നത് ശരിയാണ് എന്നുള്ളത്. 9 ഓഫ് കപ്സാണ് കിട്ടിയത്. ഓക്കെ, നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ച കാര്യം അതാണ് നിങ്ങൾക്കായിട്ട് നടക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ടെൻഷൻ, നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എപ്പോൾ അതിനു വേണ്ടി പരിശ്രമിക്കലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ടെൻഷനും സ്ട്രെസ്സും അങ്ങേയറ്റം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണോ, എന്തിനു വേണ്ടിയാണോ നിങ്ങളിപ്പോൾ കുറേ വേണമെങ്കിൽ 1 വർഷം അതിനപ്പുറമായിട്ടുണ്ടാവും നിങ്ങൾ കാത്തിരിക്കുന്നത്. ഓക്കെ, ഒരു തരത്തിലുള്ള ഒരു പുരോഗതി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല, ഒരു തരത്തിലൊരു ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടില്ല. ആ ഏരിയയിലാണ് ഈ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു ഗുഡ് ന്യൂസ് വരുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങൾ ഈ ലക്ഷ്യം നേടിയെടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാർത്തയിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, നിങ്ങളെ അത് ഒരുപാട് അതിശയിപ്പിക്കുന്നതാണ്, അതേസമയം നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാം ഈ ലക്ഷ്യം നേടിയെടുത്തു, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അത്രയുമേ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലാണ് നിങ്ങൾക്ക് ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളും. ഓക്കെ, ഇത് നിങ്ങൾക്ക് എനിക്കൊരു എനർജി കിട്ടുന്നത്, ഈ നിങ്ങളിൽ ചിലർക്ക് ഇത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, അതായത് നിങ്ങളുടെ ശരിയായ ജീവിത പങ്കാളി, ഈ ജീവിതത്തിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്കായിട്ടുള്ള ജീവിത പങ്കാളി, ആ വ്യക്തിയെ നിങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കാം കേട്ടോ. ആ വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കാം. ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ശരിയായ ജീവിത പങ്കാളിയെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക, സ്ട്രഗിൾസ് നമ്മൾ നേരിടും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ എന്താ വെച്ചാൽ നമ്മളെ അലൈൻഡ് ആക്കുകയാണ്, ആ വ്യക്തിയുമായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി അലൈൻഡ് ആകുക എന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അലൈൻഡ് ആകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലതല്ലാത്ത, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട കാര്യങ്ങൾ ഒഴിഞ്ഞു പോവുക, പുതിയ എനർജീസ് വരിക, അങ്ങനെ നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിനെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ഫൈനലി അലൈൻമെന്റ് ആകുമ്പോഴാണ് കിട്ടുക. ആ ഒരു ജേർണി ഒട്ടും ഈസി ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു എനർജി തന്നെയാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഈ ഡിവൈൻ കൗണ്ടർ പാർട്ട്ണറായിട്ട് നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ആ വ്യക്തിയാണ് വരുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാണ് ഫൈനലി ആ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇവന്റ് ആണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ആ ഗുഡ് ന്യൂസ്. നിങ്ങൾക്കത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് എന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഇനി ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലവ് സിറ്റുവേഷൻ അല്ല, ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി അല്ല നിങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് എങ്കിൽ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് ഒരൊറ്റ മാർഗ്ഗമല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്തത്, അതിൽ പല അവസരങ്ങൾ കിട്ടുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിൽ നിന്നൊന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോലിയാണ്, ജോലിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു, കുറേ നാളായി പരിശ്രമിക്കുന്നു, ഒട്ടും കിട്ടുന്നില്ല, എല്ലായിടത്തും റിജക്ഷൻ മാത്രം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയി നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനായി, വിഷമങ്ങളായി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാൻ ചിലപ്പോൾ നിങ്ങൾക്ക് യോഗമില്ല എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ചിലപ്പോൾ നിങ്ങൾ മുന്നേ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ ആയിരിക്കാം ഒക്കെ 2-3 ഓപ്പർച്യൂണിറ്റീസിന് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ചിലപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ആ ഒരു ജോബിലേക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളെ എടുക്കാനായിട്ട്, അപ്പോൾ ജസ്റ്റ് ഒരു മീറ്റപ്പിനോ അങ്ങനെ എന്തിനെങ്കിലും അവർ നിങ്ങളെ വിളിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും അവിടെ നിന്ന് നിങ്ങൾക്കൊരു ജോലി ഉറപ്പ് തന്നെയാണ് കേട്ടോ. ഇനി അവിടെ ഒരു സ്ട്രഗിൾ ഒന്നുമില്ല.
അപ്പോൾ എന്താ വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഒരെണ്ണേ ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ ഒന്നിൽ കൂടുതലാണ് ഈശ്വരൻ കൊണ്ട് തരുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൽ ഏറ്റവും സന്തോഷം തരുന്നത് ഏതാണ്, നിങ്ങളുടെ ആഗ്രഹവുമായി ചേർന്ന് നിൽക്കുന്നത് ഏതാണ്, അതിനെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ ധൃതി വെച്ച് ടെൻഷൻ അടിച്ചൊന്നും ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും ഒരുപോലെ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ ആ ലക്ഷ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന, നിങ്ങളുടെ ആ ഒരു പോളിസീസ്, നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ജോബ് ഏതാണോ അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ അത് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി വളരെ കുറച്ച് പേർക്കുള്ളൂ, ചിലപ്പോൾ 1-2 പേർക്ക് ഈ കളക്റ്റീവ് ഉണ്ടായിരിക്കാതെ ആ ഒരു എനർജി ഉള്ളത്. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആ റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഹെൽപ്പ് ചെയ്യും എന്ന് കാണുന്നു. പിന്നെ മാത്രമല്ല നിങ്ങളിത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വരുന്നത്. നിങ്ങളിത് ടോട്ടലി ഈ ഒരു കാര്യം സർപ്രൈസ്ഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആയിരിക്കും ഇത് സംഭവിക്കുമ്പോൾ. കാരണം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബ്ലാങ്ക് ആണ്, നിങ്ങൾക്ക് അറിയില്ല അത് ഇനി നടക്കുമോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കുമോ ഇല്ലയോ. നിങ്ങളുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അറിയില്ല, നടക്കുമ്പോൾ നടക്കട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ നിങ്ങൾ അതിന് വിട്ട് കളയുന്നില്ല, ലക്ഷ്യത്തിനെ നിങ്ങൾ വിട്ട് കളയുന്നില്ല, പക്ഷെ നടക്കുമ്പോൾ നടക്കട്ടെ, ആ ഒരു ഇതാണ്. ആ പെർട്ടിക്കുലർ ഏരിയയിലാണ് നിങ്ങൾ ഒരെണ്ണമാണ് ആഗ്രഹിച്ചതെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കിട്ടുന്നത്. ഓക്കെ, മറ്റേ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ തന്നെയാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു ടോട്ടൽ സർപ്രൈസ് ആയിരിക്കും. പക്ഷെ അതേസമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് കൺഫർമേഷൻ കിട്ടും ഈ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്നുള്ളത്. ഓക്കെ, അവിടെ ഒരു കൺഫ്യൂഷനോ ഒരു ഡൗട്ടോ ഒന്നും ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് തോന്നും ഈ ഒരു കാര്യം നടക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രഗിൾ അവസാനിച്ചു എന്നുള്ള ആ ഒരു കൺഫർമേഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ അത് ആഘോഷിക്കുക, നിങ്ങളുടേതായ രീതിയിൽ ആഘോഷിക്കുക. ഓക്കെ, വളരെയധികം സന്തോഷിക്കുക, കോൺഫിഡൻ്റ് ആയിരിക്കുക. ഇത് നിങ്ങൾക്ക് ഈശ്വരൻ കരുതി വെച്ചതാണ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് എൻജോയ് ചെയ്യുക, അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അത്രയും ഇതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത്രയും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് എനർജി ഇതിൽ കൃത്യമായി കാണാനായിട്ട് സാധിക്കും. എന്തായാലും നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടുകളോ കഠിനാധ്വാനമോ ഒന്നും വെറുതെ ആവില്ല, അതിനുള്ള റിവാർഡ്സ് ഈശ്വരൻ കൊണ്ടുതരികയാണ്. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഗ്രൂപ്പ് 3 വളരെ അടുത്ത് തന്നെ കേൾക്കാൻ പോകുന്ന ആ ഒരു സന്തോഷ വാർത്ത ഇതാണ്. വളരെ പെട്ടെന്ന് തന്നെ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഒരു 3 മാസത്തിനുള്ളിലൊക്കെ എന്തായാലും ഈ കാര്യം എന്തായാലും നടക്കും. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. താങ്ക്